Hi friends and welcome back to my channel. It's me dude. So friends, in a variety content some variety in a IQ test. So I video questions in ചോദിക്കും. So എനിക്കറിയെങ്കിൽ ഞാൻ ഉത്തരം പറയും. നിങ്ങൾക്കറിയെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. So without wasting time, let's get started baby. മിസ്റ്റർ ജോൺ അയാളുടെ ഭാര്യയെ കൊന്ന ശേഷം ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഡെഡ് ബോഡി ഉപേക്ഷിച്ചു. വളരെയധികം ശ്രദ്ധിച്ച് ഫിംഗർ പ്രിൻ്റ് പോലും വരാത്ത രീതിയിൽ എല്ലാ തെളിവുകളും നശിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് മണിക്കൂറിന് ശേഷം ജോണിന് പോലീസിൽ നിന്നും ഒരു കോൾ വന്നു. താങ്കളുടെ ഭാര്യയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായി ഉടനെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അറിയിപ്പായിരുന്നു അത്. ജോൺ ഉടനെ തന്നെ സംഭവ സ്ഥലത്ത് എത്തി. കാറിൽ നിന്നും പുറത്തിറങ്ങിയ ജോണിനെ ഉടനെ തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ഇത്ര കൃത്യമായി തെളിവുകൾ നശിപ്പിച്ചിട്ടും എങ്ങനെയാണ് ജോൺ അറസ്റ്റിലായത്? So friends, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ടൈറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഒരു പിടുത്തമല്ല ആൻസർ. ഞാൻ IQ ടെസ്റ്റിലൊക്കെ വളരെ മോശമാണ്. സംഭവം ഒരു പിടുത്തമല്ലാത്ത ക്വസ്റ്റ്യൻ ആയിപ്പോയത്. ആൻസർ നമുക്ക് പോലീസുകാർ ജോണിനോട് സ്ഥലത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒന്നും നൽകിയിരുന്നില്ല. പക്ഷേ ജോൺ കറക്റ്റായിട്ട് സംഭവം നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിയത് പോലീസുകാർക്ക് സംശയമുണ്ടാക്കി. ബിസിനസ്സുകാരനായിരുന്ന മിസ്സിസ് രേഖ നഗരത്തിലെ ഫേമസ് ആയ ഒരു ഹോട്ടലിലാണ് താമസിച്ചു വന്നിരുന്നത്. ഒരു രാത്രി ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് രേഖ വാതിൽ തുറന്നു. രേഖയ്ക്ക് അപരിചിതനായ ഒരാളായിരുന്നു അത്. അയാളും വളരെയധികം ആശ്ചര്യത്തോടെ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ എൻ്റെ റൂമാണെന്ന് കരുതി, എനിക്ക് റൂം മാറിപ്പോയി എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു നടന്നു. രേഖ വാതിലടച്ച് ഉടനെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരെ വിളിച്ചു പറഞ്ഞു ആ വന്നത് ഒരു കള്ളനാണെന്ന്. എന്തുകൊണ്ടായിരിക്കും രേഖ അങ്ങനെ പറയാൻ കാരണം? സോ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ആ കള്ളൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തിരിക്കുന്നു, തലയുടെ മേളിൽ ഒരു പിച്ചാത്തിരിക്കുന്നു. അങ്ങനെ വല്ല കാര്യമല്ല അതിനകത്തുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഓ ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതും എനിക്ക് അറിഞ്ഞൂടാ. ഐ ആം ഫെയിൽ. നെക്സ്റ്റ് പിടിക്കാം. ആ വ്യക്തി പറഞ്ഞതുപോലെ സ്വന്തം റൂമായിരുന്നുവെങ്കിൽ വാതിലിൽ മുട്ടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് റൂമിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞത് കള്ളമാണെന്ന് രേഖയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇൻഫോം ചെയ്തത്. ഒരു ദിവസം രാവിലെ മിസ്സിസ് സൂസൻ പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി ഒരു കള്ളൻ പുറത്തുനിന്നും ജനൽ തകർത്ത് വീടിൻ്റെ അകത്ത് കയറി തൻ്റെ സ്വർണ്ണമാല മോഷ്ടിച്ചു എന്നായിരുന്നു ആ കംപ്ലൈൻറ്റ്. പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. അപ്പോൾ അവർ കണ്ടത് തകർന്ന നിലയിലുള്ള ഒരു ജനലും സാധനങ്ങളെല്ലാം വളരെയധികം വലിച്ചിട്ടിരിക്കുന്നതും ചെളി നിറഞ്ഞ കാൽപ്പാടുകളുമാണ് കണ്ടത്. എന്നാൽ പിറ്റേ ദിവസം മിസ്സിസ് സൂസൻ തന്നെ അറസ്റ്റിലായി. എന്തുകൊണ്ടായിരിക്കാം അത്? ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഒന്നിനും ഉത്തരം അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വളരെ എന്താ പറയാ പാടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പുറത്തു നിന്നാണ് കള്ളൻ ജനൽ തകർത്തിരുന്നതെങ്കിൽ ആ ചില്ലുകൾ അകത്തുണ്ടായേനെ. പക്ഷേ ഇവിടെ അതൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ മനസ്സിലാക്കി ഈ ജനൽ തകർത്തിരിക്കുന്നത് അകത്തു നിന്നാണ് എന്ന്. ഒരു ദിവസം രാത്രി നമ്മുടെ ഡിറ്റക്റ്റീവ് വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജനാലയുടെ ചില്ല് തകർത്തുകൊണ്ട് ഒരു പന്ത് അകത്തേക്ക് വന്നു. അദ്ദേഹം ജനാലയുടെ പുറത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ അയൽവാസിയായ സ്മിത്തിൻ്റെ 3 മക്കൾ, ആഡം സ്മിത്ത്, വിൽ സ്മിത്ത്, മാർക്ക് സ്മിത്ത് എന്നിവർ ഓടിപ്പോകുന്നത് കണ്ടു. ഇതിൽ ഒരാളാണ് അത് ചെയ്തിട്ടുണ്ടാകുക എന്ന് ഡിറ്റക്റ്റീവിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാനായി ഡിറ്റക്റ്റീവ് തീരുമാനിച്ചു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഡിറ്റക്റ്റീവിന് ഒരു കുറിപ്പ് കിട്ടി. അതിൽ ഒരു ചോദ്യചിഹ്നവും സ്മിത്തും എന്ന് എഴുതിയിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഡിറ്റക്റ്റീവിന് ആരെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അടുത്ത 15 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കത് ആരാണെന്ന് പറയാമോ? സോ ഫ്രണ്ട്സ്, എനിക്കിതിൻ്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ട്. ബിക്കോസ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നു. സോ അങ്ങനെ ഒരു വഴിയുണ്ട്. മാർക്ക് സ്മിത്ത് ആയിരിക്കും ഉത്തരം. ബിക്കോസ് അവിടെ ക്വസ്റ്റ്യനും മാർക്ക് അങ്ങനെ ഒരു പിടുത്തമുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്ക് സ്മിത്താണ് എൻ്റെ ഉത്തരം. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻ സ്മിത്ത് എന്നാണ് വായിക്കുക. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടത് മാർക്ക് സ്മിത്തിനെയാണ്. സോ ഫ്രണ്ട്സ്, എനിക്ക് ഇതിന്റെ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. 4 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ അറിയാവുള്ളായിരുന്നു. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടല്ല ഈ വീഡിയോ ഇടുന്നത്. അത് ഓർത്തോണം. ഡൗൺലോഡ് ചെയ്ത് ഉടനെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. സോ എനിക്ക് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടായിരുന്നു.
ബട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം. മറ്റേ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടപ്പോഴേ എനിക്ക് സാധനം പിടികിട്ടി. സോ നിങ്ങൾക്ക് ഈ 4 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ബൈ ബൈ ഗായ്സ്. നാളെ 5 മണിക്ക് കാണാം. ബൈ ബൈ.